UDF പാളയത്തിലേക്ക് ചേക്കേറുന്നു എന്ന അഭ്യൂഹങ്ങൾ പൂർണ്ണമായും തള്ളി ജോസ് കെ മാണി. ഇടതുമുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും LDF മധ്യമേഖലാ ജാഥയെ താൻ തന്നെ നയിക്കുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി എന്ന വാർത്തയും ജോസ് നിഷേധിച്ചു. യെരുശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കേണ്ട എന്ന ബൈബിൾ വചനം ഉദ്ധരിച്ചായിരുന്നു ജോസിന്റെ നിലപാട് പ്രഖ്യാപനം. രാഷ്ട്രീയ കേരളത്തിന്റെ ഉദ്വേഗത്തിന് വിരാമം. ജോസ് കെ മാണി കളം മാറില്ല. കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി തന്നെ പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ. അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. LDFന്റെ മധ്യമേഖലാ ജാഥ നയിക്കുന്നതിൽ നിന്ന് ജോസ് കെ മാണി പിൻവാങ്ങുമെന്ന അഭ്യൂഹവും ആസ്ഥാനത്തായി. ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെയായിരിക്കും. സോണിയാഗാന്ധി അടക്കം ചർച്ച നടത്തിയെന്നും ജോസ് കെ മാണി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാളയം മാറുമെന്നുമുള്ള പ്രചാരണത്തിന് നൽകിയത് ബിബ്ലിക്കൽ മറുപടി. ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് വിപുലിക്കും. അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. വിദേശത്ത് നിന്നെത്തിയ ജോസ് മുന്നണി മാറ്റ വാർത്തകൾ തള്ളാൻ 3 കാരണങ്ങളാണ്. ഒന്ന്, മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണൻ MLAയും ഇടതുപക്ഷത്ത് നിന്ന് പറയില്ല. 2, LDFിൽ കിട്ടുന്ന പരിഗണന ഇപ്പോൾ തന്നെ ജോസഫ് വിഭാഗമുള്ള UDFിൽ കിട്ടില്ല. 3, LDFിനോട് പിണങ്ങിപ്പിരിഞ്ഞെന്ന് പറയാൻ യുക്തിസഹവും ശക്തവുമായൊരു കാരണമില്ല. പദ്ധതി പൊളിഞ്ഞതോടെ എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്ന ആഖ്യാനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഞങ്ങളുടെ മുമ്പിൽ ഇതുവരെ ഇത്ര ഒരു താല്പര്യമായിട്ട് ആരും വന്നിട്ടില്ല. ഒരു ചർച്ചകളും കോൺഗ്രസിന്റെയോ UDFന്റെയോ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുണ്ടായിട്ടില്ല. UDFിൽ എത്തിയാലും സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ കീറാമുട്ടിയാകുമെന്ന് ജോസിന് ഉറപ്പുണ്ട്. സ്വന്തം തട്ടകമായ പാലാ പോലും കിട്ടുമെന്നുറപ്പില്ല. പാലാ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA മാണി സി കാപ്പനാകട്ടെ ജോസ് വന്നാലും ഒഴിഞ്ഞു കൊടുക്കില്ലെന്ന് കർക്കശ സ്വരത്തിൽ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. പാലാ വിട്ടിട്ടുള്ളൊരു കേസില്ല. പുള്ളി എവിടെയും തിരുവമ്പാടിയിലോ എവിടെയാണ് പോയി മത്സരിച്ചോട്ടെ. വരുന്നതിന് എനിക്ക് ഒബ്ജക്ഷൻ പറയാൻ പറ്റത്തില്ല. UDFിലേക്ക് വരികയാണെങ്കിൽ പോലും പാലാ കൊടുക്കൂല. ഇടതുപക്ഷത്തിന് ചാടിപ്പോകുന്ന ഒരു തോന്നല് അവരുടെ ഉള്ളിലുണ്ടായി. ഏതാനും ദിവസങ്ങളായി ഇടതുമുന്നണിയിൽ പിരിമുറുക്കം സൃഷ്ടിച്ചൊരു ചർച്ചയ്ക്കാണ് ജോസ് കെ മാണിയുടെ പ്രഖ്യാപനത്തോടെ പര്യവസാനമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.